ഇതിഹാസമായി സുന്നി കൈരളിയുടെ ആദർശ വിശുദ്ധിക്ക് കാവലിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് 4 പതിറ്റാണ്ട് കാലം തുല്യതയില്ലാത്ത സേവനങ്ങൾ അർപ്പിച്ചു മലയാളി മുസ്ലിമിന് അറിവും അദബും പകർന്ന് കടന്നുപോയ ശൈഖുന ശംസുൽ ഉലമയുടെ അസ്തമിക്കാത്ത ഓർമ്മകളുമായി വേദിയിൽ ശംസുൽ ഉലമ അനുസ്മരണ പ്രഭാഷണം നടക്കുകയാണ്. പ്രഭാഷണം നിർവഹിക്കുന്നു ഉസ്താദ് സൽമാൻ അസ്ഹരി. സ്നേഹപൂർവം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين. أما بعد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ വേദിയിലിരിക്കുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ, സയ്യിദ് ഷുഐബ് തങ്ങൾ, സയ്യിദ് ഷഹീൻ തങ്ങൾ, ദുബൈ സുന്നി സെൻ്ററിനും ദുബൈയിലുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകർക്കും ആത്മീയ വെളിച്ചമായി തൻ്റെ പ്രാർത്ഥനയിലൂടെയും ഉപദേശങ്ങളിലൂടെയും വലിയ ബലമായി നിൽക്കുന്ന സയ്യിദ് അബ്ദുൽ ഹക്കീം തങ്ങൾ അൽ ബുഖാരി അടക്കം പണ്ഡിതന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിപാടി സ്വാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ. നമ്മൾ മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ പേരിലുള്ള മൗലിദ് പാരായണത്തിന് ശേഷം ശംസുൽ ഉലമയെ അനുസ്മരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ എന്നിൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തം. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമയെക്കുറിച്ച് എവിടെയാണ് പറയുക, എവിടെയാണ് അവസാനിപ്പിക്കുക എന്നത് ഞാൻ കുറേ ആലോചിച്ച് നോക്കിയൊരു കാര്യമാണ്. മാത്രമല്ല, ഇവിടെ ഇനി മഗ്‌രിബിന് ശേഷം മഹാനായ സയ്യിദുൽ ഉലമയും AV ഉസ്താദും അടക്കം ശൈഖുന ശംസുൽ ഉലമയുടെ ജീവിതത്തിൽ നിഴലുപോലെ കൂടെ നടന്നവരും ശൈഖുന ശംസുൽ ഉലമയിൽ നിന്ന് ലഭിക്കാവുന്ന പരമാവധി നേടിയെടുക്കുകയും ചെയ്ത വലിയ വലിയ മഹാന്മാർ ശംസുൽ ഉലമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ സംസാരിക്കാനും ഇരിക്കുകയാണ്. ഇതൊരു വലിയ ഒരു ഇബാദത്തായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. കാരണം കേരളീയ മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു മുജദ്ദിദ്, അതാണ് ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ. ലോകാരംഭം മുതൽ, മനുഷ്യവാസം മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ യഥാർത്ഥ ദീനിനെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ചില കേന്ദ്രങ്ങളെ അല്ലാഹു നിശ്ചയിക്കും. ഈ പ്രപഞ്ചത്തെ തന്നെ അല്ലാഹു നിശ്ചയിച്ചതും സംവിധാനിച്ചതും അങ്ങനെയല്ലേ? സൂര്യനെ ചുറ്റിപ്പറ്റി കുറേ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും, സൂര്യനോടടുത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് തിളക്കം കൂടും, സൂര്യനോട് അകലും തോറും ആ ഗ്രഹങ്ങളുടെ തിളക്കം കുറയും. ഭൂമിയും ഒരു അച്ചുതണ്ടിലാണ് അല്ലാഹു സംവിധാനിച്ചത്. ഒരു മർക്കസ്, ഒരു കേന്ദ്രം അതുണ്ടാവും.
മനുഷ്യന്റെ മർക്കസ് അവന്റെ ഉമ്മയാണ്. ഇങ്ങനെ ഏത് സംവിധാനങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിക്കുന്നത് ഒരു കേന്ദ്രത്തെ ആസ്പദമാക്കിയാണ്. ദീനിയായ കാര്യങ്ങളിലും ഇതേ രീതി തന്നെയാണ് അല്ലാഹു തുടർന്നിട്ടുള്ളത്. വളരെ ഗൗരവത്തോടുകൂടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പരിശുദ്ധ കഅബ ശരീഫിന്റെ പുനർനിർമ്മാണം നടത്തിയ ശേഷമുള്ളൊരു പ്രാർത്ഥനയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ رَبَّنَا وَاجْعَلْنَا مُسْلِمَيْنِ لَكَ وَمِنْ ذُرِّيَّتِنَا أُمَّةً مُسْلِمَةً لَكَ وَأَرِنَا مَنَاسِكَنَا وَتُبْ عَلَيْنَا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. ചുരുങ്ങിയ സമയം കൊണ്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു തീർക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഞാൻ പരമാവധി ചുരുക്കി സംസാരിക്കുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തത്, പടച്ചവനെ ഞങ്ങളെ രണ്ടുപേരെയും നീ മുസ്ലിമീങ്ങളാക്കണേ, നിനക്ക് അനുസരണയുള്ളവരാക്കണേ. അവിടെ നിന്നില്ല, മാത്രമല്ല ഞങ്ങളെ മുസ്ലിമീങ്ങളാക്കിയാൽ മാത്രം പോരാ, വമിൻ ദുർരിയത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്, ഞങ്ങളുടെ സന്താന പരമ്പരയിലും ഒരു ഉമ്മത്ത് മുസ്ലിമത്തിനെ നീ ഉണ്ടാക്കണേ, ഉമ്മത്ത് മുസ്ലിമത്തിനെ ഞങ്ങളുടെ സന്താനങ്ങളിൽ നീ ഉണ്ടാക്കണേ എന്ന് ദുആ ചെയ്ത ശേഷം റബ്ബനാ വബ്അസ് ഫീഹിം റസൂലാ, അല്ലാഹുവേ അവരിലേക്ക് നീ അവരിൽ നിന്നൊരു പ്രവാചകനെ അയച്ചു കൊടുക്കണം. യത്ലൂ അലൈഹിം ആയാതിക്, അവർക്ക് നിന്റെ ആയാത്തുകളെ ഓതിക്കൊടുക്കുന്ന പ്രവാചകൻ. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് കിതാബും ഹിക്മത്തും പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രവാചകൻ. വയുസക്കീഹിം, അവരെ തസ്കിയത്ത് ചെയ്യുന്ന പ്രവാചകൻ. അങ്ങനെ ഒരു പ്രവാചകനെയും അവർക്ക് അയച്ചു കൊടുക്കണം. ആ പ്രാർത്ഥനയുടെ അനന്തര ഫലമായാണ് വർഷങ്ങൾക്ക് ശേഷം, വത്സരങ്ങൾക്ക് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനക്കുള്ള ഇജാബത്തായി സയ്യിദുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന ദഅവതു അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ പിതാവ് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് കാലഘട്ടത്തിലും അല്ലാഹു ഇതുപോലെ അമ്പിയാക്കളെ അയച്ചു കൊടുത്തു. ഒരു ഉമ്മത്ത് മുസ്ലിമത്തിനെ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ദുർരിയത്തിലെ ഉമ്മത്ത് മുസ്ലിമത്തിനെ നേർമാർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ട പ്രവാചകനെയും അയച്ചു കൊടുക്കണം. അതെന്തിനാ പ്രവാചകൻ? ഒരു വഴികാട്ടി, ഒരു ഇടയൻ, ഒരു മാർഗദർശി, ഒരു ഗുരു, ഒരു ഷേഖ്, ഒരു പ്രവാചകൻ ഒരു ഉമ്മത്തിന് അത്യാവശ്യമാണ്. ഏത് കാലഘട്ടങ്ങളിലും അതുണ്ടായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതല്ലേ, പ്രവാചകന്മാരെ അയക്കാതെ ഒരു ജനതയെയും അല്ലാഹു ഇവിടെ സൃഷ്ടിച്ചിട്ടില്ല. എന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം പിന്നെ ഇവിടെ പ്രവാചകന്മാർ വരുന്നില്ല. പകരം അല്ലാഹു സംവിധാനിച്ചതെന്താണ്? പ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഇവിടെ ഖലീഫമാര് വന്നു, ഔലിയാക്കൾ വന്നു, ആരിഫീങ്ങൾ വന്നു, മശായിഖന്മാര് വന്നു. ഓരോ പ്രദേശത്തും ആ പ്രദേശത്തെ ജനങ്ങളെ നിയന്ത്രിക്കാനും അവർക്ക് അദബ് പഠിപ്പിക്കാനും അവർക്ക് നേർമാർഗം കാണിക്കാനും അല്ലാഹു ഔലിയാക്കളെ, ആരിഫീങ്ങളെ നിയമിച്ചു, ആലിമീങ്ങളെ നിയമിച്ചു. ഇത് ഓരോ കാലഘട്ടത്തിലും അല്ലാഹു ഇസ്തിഫായ് ചെയ്യുന്ന ചില പ്രത്യേകക്കാരായ ആളുകളാണ്. ആയിരക്കണക്കിന് പണ്ഡിതന്മാരുണ്ടാകും, ലക്ഷക്കണക്കിന് പണ്ഡിതന്മാരുണ്ടാകും. പക്ഷേ ചരിത്രത്തിന്റെ നാൾ വഴികളിൽ ഓർക്കപ്പെടുന്ന പണ്ഡിതൻ, അറിയപ്പെടുന്ന പണ്ഡിതൻ, പറയപ്പെടുന്ന പണ്ഡിതൻ ഒന്നോ രണ്ടോ ആളുകളെ ഉണ്ടാകൂ. എന്തുകൊണ്ടാണ്?
അവരാണ് ആ ഉമ്മത്തിന്റെ അച്ചുതണ്ട്, ആ നൂറ്റാണ്ടിന്റെ അച്ചുതണ്ട്, ആ പണ്ഡിതന്മാരാണ് കേരളത്തിലുള്ള മുസ്ലിം ഉമ്മത്തിന്. മഹാനായ വരക്കൽ ബഅലവി തങ്ങൾക്ക് ശേഷം കേരളത്തിലുള്ള മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു നൽകിയ ഹഖീഖത്തിന്റെ, യാഥാർത്ഥ്യത്തിന്റെ, സിറാത്തുൽ മുസ്തഖീമിന്റെ അച്ചുതണ്ട് ആരാണെന്ന് ചോദിച്ചാൽ സംശയലേശമന്യേ ഒരു സുന്നിക്ക് പറയാം, ശൈഖുനാ ശംസുൽ ഉലമാ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആലങ്കാരികമായി വെറുതെ മഹത്വവൽക്കരിച്ച് പറയുന്നതല്ല. 1996 ഈ ലോകത്ത് നിന്ന് അസ്തമിച്ചു പോയ ആ മഹാസൂര്യ ജ്യോതിസ് ഇന്നും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നലെ നമ്മളുടെ ഇടയിൽ ജീവിച്ച ഒരാളെ പോലെ ഈ ഉമ്മത്ത് ആ മഹാനെ മനസ്സിലാക്കുകയാണ്, അറിയുകയാണ്. സൂര്യനോട് ചേർന്ന് നിൽക്കുന്ന ഗ്രഹങ്ങൾ പ്രകാശം വർദ്ധിക്കുമെന്ന് പറഞ്ഞ പോലെ ശംസുൽ ഉലമയോട് ചേർന്ന് നിന്ന വ്യക്തികൾക്കൊക്കെ പ്രകാശവും തിളക്കവും വർദ്ധിച്ചിട്ടുണ്ട്. ശംസുൽ ഉലമ എന്ന അച്ചുതണ്ടിനോട് ചേർന്ന് നിന്ന, ഒട്ടിനിന്ന, യോജിച്ച് നിന്ന, ആ വഴിയെ പിന്തുടർന്ന ഓരോ പണ്ഡിതനും സാധാരണക്കാരനും ശംസുൽ ഉലമയുടെ ആ ശംസിന്റെ നൂറിന്റെ പ്രഭ ഓരോരുത്തർക്കും ആത്മീയമായി ലഭിച്ചിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. ശംസുൽ ഉലമയിൽ നിന്ന് അകന്നവരാരോ അവരിൽ നിന്ന് ആ നൂറ് അകന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. അവരൊക്കെ വലാലത്തിലേക്ക്, ലുൽമത്തിലേക്ക്, ഇരുട്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കേരളത്തിന് നൽകിയ ശംസ്, കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് നൽകിയ സിറാത്തുൽ മുസ്തഖീമിന്റെ അച്ചുതണ്ട്, അതാണ് നമ്മുടെ നേതാവ് ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഞാനിത് തമാശക്ക് പറഞ്ഞതല്ല. ഇതുപോലുള്ള പണ്ഡിതന്മാരും വ്യക്തികളും 100 വർഷത്തിൽ ഒരിക്കൽ മാത്രം ജനിക്കുന്നതാണ്. ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു പഠിതാവ് സാധാരണഗതിയിൽ പഠിച്ചു വരുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി മഹാനായ ശംസുൽ ഉലമ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അള്ളാഹു അദ്ദേഹത്തിന് അപാരമായ ബുദ്ധി നൽകി. തന്റെ മഹാനായ പിതാവിൽ നിന്ന് അത്യാവശ്യം ഓതി തീർക്കേണ്ട കിതാബുകളൊക്കെ മഹാനവറുകൾ ഓതി തീർത്തു. അതിന് ശേഷമാണ് ഓതാൻ പോകുന്നത്. അത് അപൂർവം ചില ആളുകളാണ്. ഞാൻ മനസ്സിലാക്കിയത് മഹല്ലി 4 ശൈഖുനാ ശംസുൽ ഉലമ ഉസ്താദിൽ നിന്ന് ഓതി തീർത്തതാണ്. മഹല്ലിയുടെ 4 വാല്യവും ഓതി തീർത്തതാണ് സ്വന്തം ഉപ്പയിൽ നിന്ന്. അതിനുശേഷമാണ് ശംസുൽ ഉലമ കിതാബ് ഓതാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷം തന്റെ പിതാവിൽ നിന്ന് കിതാബ് ഓതി പഠിച്ച ശേഷം തഅല്ലമ മിൻ ഇൻദൽ അബി ശൈഖ് ജുംലതൻ തഅഹല ലിസ്തിഖ്സാഇ കുല്ലി മതാലിബി وآثار بعد الشيخ أحمد كنيت ولازمه حينا كأفهام طالبي. മഹാനായ അരീക്കൽ ഉസ്താദ് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, മഹാനായ ശംസുൽ ഉലമയെ വർണ്ണിച്ചുകൊണ്ട് നീണ്ട ഒരു കവിത എഴുതിയതിൽ മഹാനായ അരീക്കൽ ഉസ്താദ് എഴുതിയ വരികളാണിത്. തഅല്ലമ മിൻ ഇൻദൽ أبي الشيخ جملة تأهل لاستقصاء كل مطالبي وآثار بعد الشيخ أحمد كنيت ولازمه حينا كأفهام طالبي ومن جلة الأشياخ عالم قرنه محمد القطبي كثير المناقب كذاك الشهاب شالياتي وصاحب على الفظفر بن الأصفياء والنجائب. തന്റെ പിതാവിൽ നിന്ന് പാണ്ഡിത്യം, അത്യാവശ്യം ഒരു പണ്ഡിതൻ കോളേജിൽ പോകാൻ ആകുന്ന പ്രായത്തിൽ ഓതി തീർക്കേണ്ട കിതാബുകൾ മുഴുവനും പഠിച്ചു തീർത്ത ശേഷം മഹാനായ ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതരിൽ പ്രമുഖനായ റഈസുൽ മുഹഖ്ഖിഖീൻ കണ്ണിയത്ത് ഉസ്താദിന്റെ അടുക്കലേക്ക് കിതാബ് ഓതാൻ വേണ്ടി പോവുകയാണ്.
അതിനുശേഷം മഹാനായ ബഹുമാനപ്പെട്ട കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ കണ്ണിയത്ത് ഉസ്താദിന്റെയും ഗുരുനാഥനാണ്. അതുപോലെ ഫളുഫരി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട അഹമ്മദ് കോയ ശാലിയാത്തി തുടങ്ങിയ ആ കാലഘട്ടത്തിലുള്ള മഹാന്മാരായ മുഴുവൻ പണ്ഡിതന്മാരിൽ നിന്നും കിതാബ് പഠിക്കുകയാണ്. അതൊരു വല്ലാത്ത ഇൽമിന്റെ മഹാസമുദ്രമായി മാറുകയാണ്. ഏത് വിഷയത്തിലും ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ കുറിച്ച് എഴുതിയ ചില വരികളുണ്ട്. ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ നമുക്കറിയാം, വളരെ കുറഞ്ഞ വാക്കുകളിൽ മാത്രം സംസാരമൊതുക്കുകയും അതിൽ തന്നെ തന്റെ അർത്ഥവത്തായ മൗനം കൊണ്ട് വലിയ സന്ദേശം നൽകുകയും ചെയ്ത മഹാനാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അള്ളാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ശംസുൽ ഉലമയെ കുറിച്ച് എഴുതിയത് ഒരു വലിയ മഹാപണ്ഡിതനാണ് എന്നാണ്. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വലിയ ആലിമാണ്, സയ്യിദാണ്, നിരവധി ത്വരീഖത്തുകൾ കൊണ്ട് നടന്ന മഹാനാണ്. ശംസുൽ ഉലമയെ കുറിച്ച് മഹാനവർകൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശംസുൽ ഉലമ വലിയൊരു പണ്ഡിതനാണ്. എല്ലാ മതഗ്രന്ഥങ്ങളിലും അവഗാഹം നേടിയ പണ്ഡിതൻ. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വാക്കുകളാണിത്. എല്ലാ മതഗ്രന്ഥങ്ങളിലും അവഗാഹം നേടിയ പണ്ഡിതൻ, ഖുർആനിൽ അവഗാഹം നേടിയ, ഹദീസിൽ അവഗാഹം നേടിയ, ഫിഖ്ഹിൽ അവഗാഹം നേടിയ, അവിടെ ഒതുങ്ങുന്നില്ല, എല്ലാ മതഗ്രന്ഥങ്ങളിലും അവഗാഹം നേടിയ പണ്ഡിതൻ. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമയെ ഹാസിദീങ്ങളായ ആളുകളോ ശംസുൽ ഉലമയുടെ കഴിവിൽ അസ്വസ്ഥതയുണ്ടായിരുന്നവരോ ശംസുൽ ഉലമയെ അരികുവൽക്കരിച്ച ഒരു സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു. ഇതൊന്നും നിങ്ങൾ പലരും പറയുന്നത് കേട്ട് കാണില്ല. ഇന്നലകളിൽ കേരളത്തിൽ നടന്ന ചില സംഗതികളാണ് ഇതൊക്കെ. ഓരോ 10 കൊല്ലം കഴിയുമ്പോഴും 50 കൊല്ലം കഴിയുമ്പോഴും തൊട്ടു മുമ്പ് നടന്ന 50 കൊല്ലം മുമ്പ് നടന്ന സംഭവങ്ങളുടെ പുനരാവർത്തനങ്ങൾ മാത്രമാണ്. ശംസുൽ ഉലമയെ ഒറ്റപ്പെടുത്തിയവരുണ്ടായിരുന്നു, ശംസുൽ ഉലമയെ തഴഞ്ഞു മാറ്റി നിർത്താൻ ശ്രമിച്ചവരുണ്ടായിരുന്നു, ശംസുൽ ഉലമയെ പുറത്താക്കിയവരുണ്ടായിരുന്നു, ശംസുൽ ഉലമയുടെ മഹത്വം അറിയാതെ പോയവരുണ്ടായിരുന്നു. സ്ഥാപക ജനറൽ സെക്രട്ടറിയായ പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിയയിൽ നിന്ന് പോലും മഹാനായ വന്യരായ ശൈഖുനാക്ക് പടിയിറങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കാലഘട്ടങ്ങളിൽ പണ്ഡിത നേതൃത്വത്തിന് അനുഭവിക്കേണ്ടി വന്ന പരീക്ഷണങ്ങളുടെ പല ഘട്ടങ്ങളാണിത്. അതൊക്കെ ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. അത്തരം സാഹചര്യങ്ങളിൽ അവരെ അതിക്രമിച്ചവർക്കും അവരെ ഭത്സിച്ചവർക്കും അവരുടെ മരണം വരെ കാത്തിരിക്കേണ്ടി വരും. അവരുടെ മഹത്വം മനസ്സിലാക്കാൻ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമുക്കതിന്റെ ആവശ്യമില്ല. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമയെ കുറിച്ച് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഈ പറഞ്ഞത് വെറുതെയല്ല. എന്റെ ഉസ്താദിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ശംസുൽ ഉലമയെ അരികുവൽക്കരിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു കാലഘട്ടം, പലപ്പോഴും ശംസുൽ ഉലമയുടെ പ്രോഗ്രാമുകളിൽ പോലും ക്യാൻസൽ ചെയ്യപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് കേരളത്തെ പിടിച്ചുകുലുക്കിയ ഒരു പ്രശ്നം സംഭവിക്കുന്നത്. അതായത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനം വ്യാപകമാവുകയാണ്. ക്രിസ്ത്യൻ മിഷണറിമാർ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകളെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടി പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന കാലം. ആ കാലഘട്ടത്തിൽ അതിനെ പ്രതിരോധിക്കാൻ കേരളത്തിലുള്ള എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഗാഢമായി ചിന്തിച്ചു, അഭിപ്രായമാരാഞ്ഞു, മീറ്റിങ്ങുകൾ കൂടി, യോഗങ്ങൾ കൂടി, ചർച്ചകൾ നടത്തി. പക്ഷേ ക്രിസ്ത്യാനിറ്റിയെ നേരിടാൻ ആരാണ് മുന്നോട്ട് വരിക എന്ന ചോദ്യത്തിന് അരികുവൽക്കരിക്കാൻ വേണ്ടി അവർ ആഗ്രഹിച്ചിരുന്ന, സമസ്തയുടെ നേതൃത്വത്തിൽ നിന്നും മായ്ച്ചു കളയാൻ പലരും ആഗ്രഹിച്ചിരുന്ന ശൈഖുന ശംസുൽ ഉലമയിലേക്ക് അവരുടെ കണ്ണുകളെത്തുകയാണ്. ശംസുൽ ഉലമയല്ലാതെ ഇതിനെ നേരിടാൻ കേരളത്തിൽ ഒരാളില്ല എന്ന് കേരളത്തിലെ സംഘടനാ വൈജാത്യങ്ങൾ മറച്ചുവെച്ചുകൊണ്ട് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുകയാണ്.
അങ്ങനെ ശംസുൽ ഉലമ രംഗത്ത് വരികയാണ്. ക്രിസ്ത്യൻ മിഷണറിയുടെ പ്രവർത്തനങ്ങളെ ശംസുൽ ഉലമ നിർത്തിയൊപ്പിക്കുകയാണ്. അതാണ് ബഹുമാനപ്പെട്ട അരീക്കൽ ഉസ്താദ് വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട്. تغيب عند العسر تغيب عند العسر والعسر وجوه إليه لإبطال دعاوى الكواذب ودفع النصارى النافتين سمومهم لتنصير شبان هنا وشبائب فيا ويح هذا العصر هل فيه بعد من يقوم بهذا كله في المحارب وقد صارت الأيام بعد فراقه ليالي سودا قد تضرع بحاطبه. ഏറ്റവും സമൂഹം ആവശ്യമായി നിൽക്കുന്ന സമയമായിരുന്നല്ലോ ഈ ഉമ്മത്ത്. അങ്ങേക്ക് ഏറ്റവും ആവശ്യമായി നിൽക്കുന്ന ഘട്ടത്തിലാണല്ലോ അങ്ങ് ഞങ്ങളിൽ നിന്നും മറഞ്ഞു പോയത്. ഈ കാലഘട്ടത്തിൽ താങ്കൾ മറഞ്ഞു പോയത് ഈ കാലഘട്ടം അങ്ങേക്ക് വേണ്ടി ഏറ്റവും ആവശ്യക്കാരനായിരുന്നപ്പോഴല്ലേ? അങ്ങയിലേക്ക് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരായപ്പോഴാണല്ലോ അങ്ങ് ഞങ്ങളിൽ നിന്ന് മറഞ്ഞു പോയത്. ക്രിസ്ത്യാനിറ്റിയുടെ നസ്രാനികളുടെ വശം കൊണ്ട് ഈ സമൂഹത്തിലുള്ള യുവാക്കളെ മുഴുവനും അവർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആകർഷിച്ച് നടക്കുന്ന സമയം അവരെ പ്രതിരോധിക്കാൻ ഇനിയും ഞങ്ങൾക്ക് അങ്ങയെ ആവശ്യമായിരുന്നുവല്ലോ. എന്തൊരു കാലമാണിത്! കവി വിലപിക്കുകയാണ്, ബഹുമാനപ്പെട്ടവര് വിലപിക്കുകയാണ്. هل فيه بعد من يقوم بهذا كله في المحارب. ആരാണ് ഇനി ഞങ്ങൾക്കുള്ളത്? ഇതിനെയെല്ലാം ഒരുപോലെ നേരിടാൻ കഴിയുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ശത്രുക്കൾക്കാണോ അവർക്ക് നേരെ? നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങൾക്ക് നേരെയാണോ അവർക്ക് നേരെ? ഇസ്ലാമിന്റെ ശത്രുക്കളായ ഇസ്ലാമിൽ നിന്ന് ആളുകളെ അടർത്തി മാറ്റാൻ ശ്രമിക്കുന്ന മിഷണറിക്കാർക്കെതിരെയാണോ അവർക്ക് നേരെ? ആർക്കെതിരെയും പ്രതിരോധം സൃഷ്ടിക്കാൻ, ആർക്കെതിരെയും നേരിടാൻ ഞങ്ങൾക്കുണ്ടായിരുന്ന ധൈര്യം അവിടെ നിന്നല്ലായിരുന്നോ? അത് നഷ്ടപ്പെട്ടു പോയല്ലോ. ആരാണ് അങ്ങേക്ക് ശേഷം ഇനി ആരാണ് ഇത്തരം സ്ഥാനങ്ങളൊക്കെ വഹിക്കാൻ യോഗ്യനായിട്ടുള്ളത്? വഖദ് സ്വാറത്തിൽ അയ്യാമു ബഅദ ഫിറാഖിഹി. ആ മഹാമനീഷിയുടെ വേർപാടിന് ശേഷം ഓരോ ദിവസവും ആയതെങ്ങനെയാ? ലയാലിയ സൂദൻ ഖദ് തളറഅ ബിഹാതിബി. ഇരുൾമുറ്റിയ രാവുകളല്ലയോ, ഇരുൾമുറ്റിയ പകലുകളല്ലയോ, മുന്നിലേക്ക് നോക്കുമ്പോൾ കൂരിരുൾ മാത്രമല്ലയോ, ശംസുൽ ഉലമാ ഇല്ലാത്ത ദിനരാത്രങ്ങൾ എന്ന് മഹാനവറുകൾ വിലപിക്കുകയാണ്. ഇത് അന്വർത്ഥമാക്കിയത്, ഇതൊരു യാഥാർത്ഥ്യത്തെ അന്വർത്ഥമാക്കിയതാണ്. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ അങ്ങനെയായിരുന്നു. ഏത് വിഷയത്തിലും പണ്ഡിതന്മാർക്ക് ധൈര്യം ശംസുൽ ഉലമയാണ്. ഫത്വ വേണോ? ശംസുൽ ഉലമയാണ് അഭയം. എന്തിനധികം കേരളത്തിൽ ഒരു ത്വരീഖത്തും ആയി ഒരാൾ കടന്നു വന്നാൽ, വിലായത്ത് വാദിച്ചൊരാൾ കടന്നു വന്നാൽ അയാൾ വലിയാണോ അല്ലേ? അത് ശംസുൽ ഉലമ തീരുമാനിച്ചാൽ പിന്നെ അവിടെ രണ്ടാമതൊരു ചോദ്യം ഉണ്ടായിരുന്നില്ല. അയാൾ വലിയാണ് എന്ന് ശംസുൽ ഉലമ പ്രഖ്യാപിച്ചാൽ അയാൾ വലിയ തന്നെയാ. അയാൾ വലിയല്ല, അവൻ കള്ളനാണെന്ന് ശംസുൽ ഉലമ പ്രഖ്യാപിച്ചാൽ കേരളത്തിലുള്ള ഒരു ജനതയും പിന്നെ ആ വഴിക്ക് പോകാറില്ല. കേരളത്തിന്റെ മുജദ്ദിദ്, കേരള സമൂഹത്തിന്റെ സൗഭാഗ്യം, കേരളത്തിന് അള്ളാഹു നൽകിയ വിലമതിക്കാനാവാത്ത മാണിക്യമേ
ശൈഖുനാ ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. നമ്മൾ ഇന്ന് ഇങ്ങനെയൊക്കെ പറയുന്നവരാണ്, ഇനി വളരെ കുറഞ്ഞ സമയം ഇടുങ്ങിയ സമയത്താണ് ഞാൻ പ്രഭാഷണത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ വളരെ ചുരുക്കി അവതരിപ്പിക്കാൻ പരമാവധി ശ്രമിക്കാം. ഇനി ഞാൻ പറയുന്നത് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയുടെ ധാരാളം കറാമത്തുകൾ നമ്മൾ കേൾക്കാറുണ്ട്, നിരവധി കറാമത്തുകൾ നമ്മൾ കേൾക്കാറുണ്ട്. ശംസുൽ ഉലമയുടെ ജീവിതത്തിൽ ശൈഖുനായുടെ കറാമത്തുകൾ അനുഭവിച്ച ശിഷ്യഗണങ്ങളിൽ നിന്ന് ശംസുൽ ഉലമയുടെ ധാരാളം കറാമത്തുകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഈ ശംസുൽ ഉലമ ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്ന ശൈഖുന, ഇന്ന് നമ്മൾ കവിതകൾ എഴുതുന്ന ശൈഖുന, ഇന്ന് നമ്മൾ മഹത്വങ്ങൾ വാനോളം പാടി പുകഴ്ത്തുന്ന ശൈഖുനായുടെ പേരിൽ നിന്ന് നമ്മൾ സംഗമങ്ങൾ സംഘടിപ്പിക്കുകയാണ്. ശൈഖുനായുടെ പേരിൽ കടലും കര കടന്ന് കേരളത്തിന്റെ അതിർത്തിക്കപ്പുറത്ത്, രാജ്യാതിർത്തികൾക്കപ്പുറത്ത് പോലും ആ ശൈഖിന്റെ പേരിൽ, ആ സൂര്യജ്യോതിസിന്റെ പേരിൽ മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുകയാണ്. പക്ഷേ ഇനി എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കണം, ഇതേ ശംസുൽ ഉലമയും ജീവിതകാലത്ത് ധാരാളം വിമർശിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. അത് അമ്പിയാക്കളുടെ മാതൃകയാണ്. മനുഷ്യനൊരു സ്വഭാവമുണ്ട്, തൊട്ടുമുമ്പിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന പ്രകാശദീപത്തിന്റെ പ്രഭയെ മനുഷ്യൻ മനസ്സിലാക്കാറില്ല. തൊട്ടുമുമ്പിൽ അവന് വെളിച്ചം നൽകിക്കൊണ്ട് കത്തിജ്വലിച്ചു നിൽക്കുന്ന പ്രകാശദീപത്തിന്റെ പ്രഭയുടെ മഹാത്മ്യം മനുഷ്യൻ അത് തിരിച്ചറിയാറില്ല. അത് അസ്തമിച്ചു കഴിഞ്ഞ ശേഷമാണ് മനുഷ്യൻ അതിനെക്കുറിച്ച് ബോധവാന്മാരാവുക. അപ്പോഴേക്ക് അവർ അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും. ശൈഖുനാ ശംസുൽ ഉലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിരവധി വിമർശനങ്ങൾക്ക് വിധേയനായ വ്യക്തിയാണ്. വിമർശനങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഉള്ള വിമർശനങ്ങളായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ തൊട്ട അയൽവാസിയായ അബൂജഹലിന് റസൂലുള്ളാഹി തങ്ങളുടെ നൂറ് കണ്ടെത്താൻ കഴിഞ്ഞില്ല. തങ്ങളുടെ യളാപ്പയായ അബൂലഹബിന് സ്വന്തം ജ്യേഷ്ഠന്റെ മകന്റെ ഹൃദയത്തിലുള്ള ആ മകനിലുള്ള നുബൂവത്തിന്റെ നൂറിനെ തിരിച്ചറിയാൻ സ്വന്തം യളാപ്പാക്ക് സാധിച്ചില്ല. എന്നാൽ അതേ പ്രവാചകന്റെ പേരിൽ യമൻ എന്ന നാട്ടിൽ ഉവൈസുൽ ഖറനി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉഹദിന്റെ രണഭൂമിയിൽ അവിടുത്തെ മുൻപിൽ നിന്ന് പൊട്ടൽ സംഭവിച്ചു എന്ന് കേട്ടപ്പോ എന്റെ മുത്തുനബിയുടെ വായിലുള്ള പല്ല് പൊട്ടിയിരിക്കെ ഉവൈസിന്റെ വായിൽ പല്ല് വേണ്ട, കല്ലെടുത്ത് തന്റെ വായിലെ പല്ല് മുഴുവനും കുത്തി പൊഴിച്ചു കളയുകയാണ്. അടുത്ത് നിൽക്കുന്നവർക്ക് ആ നൂറ് കാണാൻ കഴിഞ്ഞില്ല. കാതങ്ങൾക്കപ്പുറത്ത്, കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ഒരു മനുഷ്യൻ, ആട്ടിടയനായ ഒരു മനുഷ്യന് മദീനയിൽ കിടക്കുന്ന പ്രവാചകരുടെ നുബൂവത്തിന്റെ നൂറിനെ കണ്ടെത്താൻ കഴിയുകയാണ്. ഇലാഹിയായ തൗഫീഖാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവർ സാഹിർ എന്ന് ആക്ഷേപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുനിയാവുണ്ടാക്കാൻ വേണ്ടിയാണ് പുതിയ വാദവുമായി വരുന്നത് എന്നവർ ആക്ഷേപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആളുകൾക്കിടയിൽ ഗ്രൂപ്പിസം ഉണ്ടാക്കാൻ വേണ്ടി, പിളർപ്പുണ്ടാക്കാൻ വേണ്ടി, ഐക്യം തകർക്കാൻ വേണ്ടിയാണ് മുഹമ്മദ് പുതിയ വാദവുമായി കടന്നു വരുന്നത് എന്നവർ ആരോപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരിട്ട ആരോപണമാണിത്. ആ വഴിയിൽ പിന്തുടരുന്നവരാണ് മുജദ്ദിദുകൾ. ആ വഴിയുടെ പിന്തുടർച്ചക്കാരാണ് ആരിഫീങ്ങൾ, ഔലിയാക്കൾ, ആലിമീങ്ങൾ. അങ്ങനെയുള്ള ആലിമീങ്ങൾ, അതുകൊണ്ട് തന്നെ അത്തരം ആലിമീങ്ങളും വിമർശിക്കപ്പെടും. അത്തരം ആലിമീങ്ങൾക്കും ഇതൊന്നും കഴിഞ്ഞു പോകാതെ, ഈ രംഗങ്ങളിലൂടെയൊന്നും കടന്നു പോകാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അവരുടെ അനുയായികൾക്ക് വേദനയുണ്ടാകും, അവരുടെ അത്ബാഇകൾക്ക് വിഷമമുണ്ടാക്കും. ഇതിനെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ശൈഖുനാ ശംസുൽ ഉലമയെ ജീവിതകാലത്ത് പൈസക്ക് വേണ്ടി ആഗ്രഹമുള്ള വ്യക്തിയാണ് എന്ന് പലരും ആരോപിച്ചിരുന്നു.
പക്ഷേ ശൈഖുന ശംസുൽ ഉലമ വഫാത്തായ ശേഷം ശംസുൽ ഉലമ ഉണ്ടാക്കിയ ദുനിയാവ് എന്താണ് എന്ന് ജനങ്ങൾ കണ്ടതാണ്. ശംസുൽ ഉലമ പൈസന്റെ ആളാണ് എന്ന് പറഞ്ഞവർ ഇന്ന് ശതകോടീശ്വരന്മാരുമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, എന്തൊരു വിരോധാഭാസമാണിത്. സമൂഹം ഇത് തിരിച്ചറിയുന്നില്ല, മനുഷ്യൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ശംസുൽ ഉലമയെ പണത്തിന്റെ ആർത്തിയുള്ള ആളാണ് എന്ന് സ്വന്തം ശിഷ്യന്മാരെന്ന് അവകാശപ്പെടുന്നവർ പോലും ആരോപിച്ചപ്പോൾ ഈ ആരോപണത്തെ പുഞ്ചിരിയോടെ ശംസുൽ ഉലമ കൈകാര്യം ചെയ്യുകയാണ്. ഞാൻ അങ്ങനെയുള്ള ആളല്ല എന്ന് പോലും ശൈഖുന പറഞ്ഞിട്ടില്ല. ശംസുൽ ഉലമ വഫാത്തായപ്പോ ശംസുൽ ഉലമയുടെ സാമ്പത്തിക സ്രോതസ് എത്രമാത്രമുണ്ട്, സാമ്പത്തിക പിൻബലം എത്രമാത്രമുണ്ട്, അസറ്റ് എത്രയുണ്ട് എന്ന് സമൂഹം മുഴുവനും മനസ്സിലാക്കി. അപ്പോൾ പറഞ്ഞവരും കേട്ടവരും ധരിച്ചവരും ആ വിഷയത്തിൽ പിന്നെ സംസാരിക്കാതെയായി. ജീവിതകാലത്ത് ഈ ഒരൊറ്റ ആരോപണത്തിന്റെ പേരിൽ ആ മഹാപ്രകാശം നഷ്ടപ്പെടുത്തിയ എത്രയെത്ര ആളുകളുണ്ട്. ശംസുൽ ഉലമയെ തെറ്റിദ്ധരിച്ചതിന്റെ പേരിൽ ആ സൂര്യജ്യോതിസിലേക്ക് അടുക്കാതെ മാറി നിന്ന് പോയ എത്രയെത്ര ഹതഭാഗ്യരുണ്ട്. ഓരോ കാലഘട്ടത്തിലും ഇത് സംഭവിക്കും. ശംസുൽ ഉലമ സുന്നത്ത് ജമാഅത്ത് ശംസുൽ ഉലമ വെള്ളം ചേർത്തു എന്ന് ആരോപിച്ചവരുണ്ട്. ശംസുൽ ഉലമയിൽ സുന്നത്ത് ജമാഅത്തിൽ വെള്ളം ചേർത്തു എന്ന് ആരോപിച്ച ആളുകൾ ഇന്നവരുടെ സുന്നത്ത് ജമാഅത്തിന്റെ ഗൗരവത്തെ കുറിച്ച് സ്വന്തം ശിഷ്യന്മാര് തെരുവുകളിൽ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരിന്ന് പല സമരസപ്പെടലുകൾക്കും ഐക്യപ്പെടലുകൾക്കും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തിനാണ് ആ ഒരു വലിയ മനുഷ്യനിൽ നിന്ന് സുന്നികളിൽ ഒരു വിഭാഗത്തെ അടർത്തി മാറ്റി കൊണ്ടുപോയത്? ആ പ്രകാശദീപത്തിന്റെ പൊൻകിരണങ്ങളെ കുറെ മുഅ്മിനീങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത്? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിലാക്കണം, എല്ലാ കാലഘട്ടത്തിലും ഇതുപോലെ അമ്പിയാക്കളിൽ നിന്ന് ആരോപണങ്ങൾ ഉന്നയിച്ച ആളുകളെ അകറ്റിയ ആളുകൾ, ഔലിയാക്കൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് ആ ഔലിയാക്കളിൽ നിന്ന് ലഭിക്കേണ്ട ആത്മീയ ഊർജം നഷ്ടപ്പെടുത്തി കളഞ്ഞ ആളുകൾ, ഔലിയാക്കൾക്ക് ശേഷം ആരിഫീങ്ങൾ, സൂഫിയാക്കൾ, സാദാത്തുക്കൾ, ആലിമീങ്ങൾ, മുജദ്ദിദുകൾ, അവരിൽ നിന്നൊക്കെ ആളുകളെ അടർത്തി മാറ്റാൻ വേണ്ടി ഇബ്ലീസിന്റെ കക്ഷികൾ പല രൂപത്തിലും പ്രവർത്തിക്കും. എല്ലാ കാലത്തും ഇതുണ്ടായിരിക്കുകയും ചെയ്യും. അതിനു വേണ്ടി അവർ ശുദ്ധമായ കളവുകൾ അടിച്ചുവിടും. ശംസുൽ ഉലമയെ കുറിച്ച് മഹാനായ KT ഉസ്താദ് എഴുതിയ ഒരു വരി ഞാൻ ഇവിടെ വായിക്കുകയാണ്. ശംസുൽ ഉലമയെ കുറിച്ച് ബഹുമാനപ്പെട്ട KT ഉസ്താദ് പറയുന്ന വിഷയം സംസാരിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഇന്ന് ബഹുമാനപ്പെട്ട KT ഉസ്താദിന്റെ ആണ്ടുദിനം കൂടിയാണ്. ഇത് എങ്ങനെയാണ് യോജിച്ചു വന്നത് എന്ന് എനിക്കറിയില്ല. ബഹുമാനപ്പെട്ട ഷഹീൻ തങ്ങൾ എന്നോട് പറഞ്ഞു, KT ഉസ്താദിനെ ഓർക്കാതെ പോകരുതേ, KT ഉസ്താദിനെ കുറിച്ച് നിങ്ങളൊന്ന് പറഞ്ഞു പോകണേ. KT ഉസ്താദിനെ കുറിച്ച് പറയാൻ പലരും അവസരങ്ങൾ നിഷേധിക്കുന്ന കാലഘട്ടത്തിൽ ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത്. KT ഉസ്താദിന്റെ പേരിൽ മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു വേദിയെ, ഒരു സദസ്സിനെ ഭീതിയോടെ നോക്കിക്കാണുന്ന വല്ലാത്തൊരു ജനവിഭാഗത്തിന്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കതിന് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ടൊരു തടസ്സവുമില്ല. അൽഹംദുലില്ലാഹ്. KT ഉസ്താദ് ശംസുൽ ഉലമയുടെ കൂടെ വലങ്കയ്യായി ജീവിച്ച മഹാനാണ്. KT ഉസ്താദ് ശംസുൽ ഉലമയെ കുറിച്ച് അനുസ്മരിക്കുന്ന ഭാഗം ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരികയാണ്. UAE-യിൽ ശംസുൽ ഉലമ വന്നതിനെ സംബന്ധിച്ച് KT ഉസ്താദ് പറയുകയാണ്. ചുരുക്കി പറയാം, പല വേദികളുണ്ടായിരുന്നു. ഈ വേദികളിൽ ശംസുൽ ഉലമ ഒരു വേദിയിൽ പങ്കെടുക്കുമ്പോൾ അവിടെ ബിദ്ഈ ആശയക്കാരായ അറബികളുള്ള വേദിയായിരുന്നു. ആ വേദിയിൽ വെച്ച് ശംസുൽ ഉലമ പ്രസംഗിക്കുകയാണ്. ഇമാം ബഹുമാനപ്പെട്ട സ്വാവി തങ്ങളുടെ ഉദ്ധരണി എടുത്തുകൊണ്ട് 4 മദ്ഹബിനെ അംഗീകരിക്കുന്നവരാണ് ഞങ്ങൾ. വലാ യജൂസു തഖലീദു മഅദൽ മദാഹിബിൽ അർബഅ, 4 മദ്ഹബിനെ അംഗീകരിക്കാതിരിക്കൽ അനുവദനീയമല്ല. വലൗ വാഫഖ ഖൗല സ്വഹാബ വൽ ഹദീസ് സ്വഹീഹ് വൽ ആയ, ഖുർആനിലെ ആയത്തുകളോടോ സ്വഹീഹായ ഹദീസിനോടോ സ്വഹാബത്തിന്റെ ഖൗലിനോട് പോലും യോജിച്ചു വന്നാൽ പോലും, യോജിച്ചില്ലെങ്കിൽ പോലും
സ്വഹാബത്തിന്റെ ഖൗലിന് എതിരായിട്ടാണ് മദ്ഹബിൽ മുഅത്തമദായ അഭിപ്രായം വന്നത് എന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നിയാൽ പോലും, ഹദീസിന് എതിരാണത് എന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നിയാൽ പോലും തഖലീദ് ചെയ്യുകയാണ് വേണ്ടത്. നാലാലൊരു മദ്ഹബിനെ സ്വീകരിക്കുകയാണ് വേണ്ടത്. ഫൽ ഖാരിജു അനിൽ മദാഹിബിൽ അർബഅത്തി ളാലുൻ മുദിൽ. 4 മദ്ഹബിൽ ഏതെങ്കിലും ഒരു മദ്ഹബിൽ ഉൾപ്പെടാതെ പുറത്തു പോയവൻ പിഴച്ചവനും പിഴപ്പിക്കുന്നവനുമാണ് എന്ന് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ വിദഈ ആശയക്കാരായ അറബികൾ അടക്കമുള്ള വേദിയിൽ വെച്ച് പ്രസംഗം നടത്തിയതിനെ കുറിച്ച് ബഹുമാനപ്പെട്ട കെ.ടി. ഉസ്താദ് പറയുകയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ ശംസുൽ ഉലമക്ക് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടായിരുന്നില്ല. സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ ശംസുൽ ഉലമക്ക് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടായിരുന്നില്ല. മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ശംസുൽ ഉലമയെ കുറിച്ച് പറഞ്ഞൊരു ഭാഗം ഞാൻ വായിക്കാം. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിലാണ്, ശ്രദ്ധിക്കണം, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിലാണ് ഇസ്ലാമിന്റെ അടിത്തറ നിലകൊള്ളുന്നതെന്ന് വിളംബരം ചെയ്യുന്നതായിരുന്നു തന്റെ ജീവിതം. അതാ ഈ സുന്നത്ത് ജമാഅത്തിന്റെ അടിത്തറയിൽ അതാണ് ഇസ്ലാം എന്ന് വിളംബരം ചെയ്യുന്നതായിരുന്നു ശംസുൽ ഉലമയുടെ ജീവിതം എന്ന് പറയുന്നത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. അത് ശംസുൽ ഉലമയെ കുറിച്ച് അറിയുന്ന ഏതാളുകൾക്കും ഈ കാര്യം അറിയാം. യഥാർത്ഥ ദീനിന്റെ വാക്താക്കളുടെ നിലപാട് അങ്ങനെയായിരിക്കും. അതിന്റെ പേരിൽ ശംസുൽ ഉലമ നിരവധി പീഡനങ്ങൾക്ക് വിധേയനായിട്ടുണ്ട്. വധശ്രമം പോലും നടന്നിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്തിന് വ്യതിചലിക്കാത്തതിന്റെ പേരിൽ, വിട്ടുവീഴ്ച ചെയ്യാത്തതിന്റെ പേരിൽ ശംസുൽ ഉലമക്കെതിരെ രാഷ്ട്രീയക്കാർ ഒരുപോലെ ഐക്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും ശംസുൽ ഉലമ പതറിയിട്ടില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ തുടർച്ച എക്കാലത്തും ഉണ്ടാകും. ഇന്നല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അതേ ശംസുൽ ഉലമയുടെ ഒരു ലില്ലാഹി സയ്യിദുൽ ഉലമ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ തന്നിട്ടുണ്ട്. ശംസുൽ ഉലമ അനുഭവിച്ചതൊന്നും സയ്യിദുൽ ഉലമ അനുഭവിക്കാതെ പോകില്ല. ശംസുൽ ഉലമയോട് ശത്രുത തോന്നിയവർക്കൊന്നും അവരുടെ പിൻഗാമികൾക്ക് സയ്യിദുൽ ഉലമയോട് ശത്രുത തോന്നാതിരിക്കില്ല. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വദ്ദറാഉ വസുൽസിലു ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകിയൊരു താക്കീതാണിത്. ഖുർആൻ വലിയ സംഭവമല്ലേ? ആശയം ഗ്രഹിച്ചുകൊണ്ട് ഖുർആൻ ഓതുമ്പോ ഖുർആൻ നമുക്കൊരു ഉസ്താദിനെ പോലെ, ഒരു അധ്യാപകനെ പോലെ, ഒരു മാർഗദർശിയെ പോലെ ഖുർആൻ നമ്മളോട് സംസാരിക്കുന്നത് പോലെ നിലപാടുകൾ സ്വീകരിക്കാൻ കൃത്യമായ നിലപാടുകൾ ബോധ്യപ്പെടുത്തി തരുന്നത് പോലെ വിശുദ്ധ ഖുർആൻ നമുക്ക് അനുഭവപ്പെടും. മുൻഗാമികൾ അനുഭവിച്ചതൊന്നും അനുഭവിക്കാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഞാൻ ചുരുക്കുകയാണ്, സമയം അതിക്രമിച്ചു. വളരെ ചുരുക്കി അവസാനമായി ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ ആലിമീങ്ങളോട്, ഉസ്താദുമാരോട്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരോട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളതും ഈ ആയത്താണ്. മുൻഗാമികൾക്ക് അനുഭവിച്ചതൊന്നും അനുഭവിക്കാതെ നിങ്ങൾക്ക് സ്വർഗപ്രവേശനം സാധ്യമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എങ്കിൽ അതൊരിക്കലും സാധ്യമല്ല തന്നെ. ശംസുൽ ഉലമക്ക് ആ കാലഘട്ടത്തിലുള്ള ആലിമീങ്ങൾ പ്രൊട്ടക്ഷൻ നൽകിയിരുന്നു. ശംസുൽ ഉലമയെ മനസ്സിലാക്കിയവർ, സുന്നത്ത് ജമാഅത്തിനെ മനസ്സിലാക്കിയവർ ശംസുൽ ഉലമക്ക് കവചം തീർത്തിരുന്നു. ഇന്ന് ശംസുൽ ഉലമയുടെ ളില്ലായ സയ്യിദുൽ ഉലമക്ക് കവചം തീർക്കേണ്ട ബാധ്യത നമുക്കാണ്. ആ ബാധ്യത ഏറ്റെടുക്കാൻ പണ്ഡിത സമൂഹം തയ്യാറാകണം. സാധാരണക്കാർക്ക്, രാഷ്ട്രീയക്കാർക്ക്, ബിദ്അത്തിന്റെ ആളുകൾക്ക്, ദീനറിയാത്തവർക്ക്, സുന്നത്ത് ജമാഅത്ത് അറിയാത്തവർക്ക് സയ്യിദുൽ ഉലമയെ മനസ്സിലാവില്ല.
സയ്യിദുൽ ഉലമയുടെ വലുപ്പം അവർക്ക് തിരിച്ചറിയില്ല. അവരെ അതിന് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പ്രൊപ്പഗണ്ടകളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സയ്യിദുൽ ഉലമയെ കുറിച്ച് കളവുകൾ പ്രചരിപ്പിക്കപ്പെടുന്നു, പച്ചക്കളവുകൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നു. പണ്ഡിത സമൂഹം മൗനം പാലിക്കുന്നു. ആരെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? എന്തിനാണ് നിങ്ങൾ ഇൽമു പഠിച്ചത്? ആരോടാണ് നിങ്ങൾക്ക് ബാധ്യത? സയ്യിദുൽ ഉലമ നമ്മുടെ ഇടയിലേക്ക് ശംസുൽ ഉലമയുടെ ളില്ലായി അല്ലാഹു അയച്ചു തന്നിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ ജിഹ്വയായി, സുന്നത്ത് ജമാഅത്തിന്റെ മാർഗദീപമായി, പ്രകാശിക്കുന്ന രൂപമായി നമ്മുടെ മുമ്പിലൂടെ സയ്യിദുൽ ഉലമ ജീവിക്കുന്ന കാലത്ത് ആ മനുഷ്യന് വാക്കുകൾ കൊണ്ടെങ്കിലും പ്രൊട്ടക്ഷൻ നൽകാൻ സാധിക്കില്ലെങ്കിൽ നിങ്ങൾ ഏത് സ്വർഗത്തെയാണ് സ്വപ്നം കാണുന്നത്? ശംസുൽ ഉലമക്ക് കവചം തീർത്തവരുടെ പിൻഗാമികളായി സയ്യിദുൽ ഉലമക്ക് കവചം തീർക്കാൻ പണ്ഡിത സമൂഹമേ നിങ്ങൾ മുന്നോട്ട് വരണേ എന്ന് മാത്രമാണ് ഈ സമയത്ത് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. സയ്യിദുൽ ഉലമ ശംസുൽ ഉലമയുടെ സുന്നത്ത് ജമാഅത്തിന് നൽകിയ ഗൗരവത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ഇന്നലെ നടന്ന ഒരു സംഭവം ഞാൻ പറയാം. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയോട് കൂടെയാണ് ഇന്നലെ ജുമഅക്ക് ഞങ്ങൾ പങ്കെടുത്തത്, കുറച്ചാളുകൾ. അതിന് മുമ്പ് ജുമഅയുടെ മുമ്പ് സയ്യിദുൽ ഉലമ ചോദിച്ചിരുന്നു, ഇവിടെ സുന്നത്ത് ജമാഅത്ത് സുന്നികളായ റാഹത്തുള്ള ജുമഅ ഏതാണ് എന്ന് സയ്യിദുൽ ഉലമ അന്വേഷിച്ചു. അങ്ങനെ ഞാനൊരു പള്ളി നിർദ്ദേശിച്ചു. ആ പള്ളിയിലേക്ക് സയ്യിദുൽ ഉലമയെ കൊണ്ടുവന്നു. പക്ഷേ അവിടെ നിന്ന് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴും സയ്യിദുൽ ഉലമ പറഞ്ഞു, അസ്ഹരി നിങ്ങൾ പറഞ്ഞ അത്രയൊന്നും അവിടെ ഇല്ലട്ടോ. എന്താ കാരണം? സയ്യിദുൽ അവിടെ ബിസ്മിയുണ്ട്, കുനൂത്തുള്ള പള്ളിയാണ്, സുന്നിയാണ് അയാള്, ശാഫിഇയാണ് അയാള്. എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ആ പള്ളി നിർദ്ദേശിച്ചത്. പക്ഷേ സ്വലാത്ത് ചൊല്ലുന്നിടത്ത് അദ്ദേഹം പിശുക്ക് കാണിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത് ചൊല്ലുന്നിടത്ത് ആ ഖതീബ് ചെറുതായിട്ട് പിശുക്ക് കാണിക്കുന്നു. ഇതാണ് സയ്യിദുൽ ഉലമ പറഞ്ഞത്. ഇത്രമാത്രം സുന്നത്ത് ജമാഅത്തിൽ ശംസുൽ ഉലമയുടെ അതേപോലെ കണിശത പാലിക്കുന്ന സയ്യിദുൽ ഉലമ നമ്മുടെ ഇടയിൽ ജീവിക്കുകയാണ്. അല്ലാഹുവിനെ വിചാരിച്ച് സയ്യിദുൽ ഉലമക്ക് കവചം തീർക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹ്, ശത്രുക്കൾ അല്ലാഹുവിന്റെ പ്രകാശം ഊതിക്കെടുത്താൻ ശ്രമിക്കും. ഈ പ്രകാശം ജ്വലിച്ചു നിന്നാൽ ഇരുട്ടിന്റെ ശക്തികൾക്ക് മനസ്സമാധാനം ഉണ്ടാവുകയില്ല. അവർ ഈ പ്രകാശം ഊതിക്കെടുത്താൻ ശ്രമിക്കും. ഈ പ്രകാശത്തെ കെടുത്താൻ ശ്രമിക്കുന്നവർക്ക് മുമ്പിൽ ആ പ്രകാശം കെടാതെ കാത്തു സൂക്ഷിക്കുക എന്നത് ഉമ്മത്തിന്റെ ബാധ്യതയാണ്. അത് സ്വയം ഏറ്റെടുക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈഖുനാ ശംസുൽ ഉലമയുടെ മദദ് കൊണ്ട് നമ്മുടെ ഇരു ലോകത്തും അല്ലാഹു വിജയം നൽകുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് യാ ലത്തീഫു യാ ലത്തീഫു യാ ലത്തീഫു യാ അല്ലാഹ് യാതന വേദനകൾ നീ ഒക്കെയും മാറ്റിയിടല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏറ്റമേറ്റും ദുഷ്പ്രവൃത്തികൾ നാങ്കളെ തിര ചെയ്യലായി ഏറിയ പാപത്തിനാലെ കൽബ് കല്ലായി മാറലായി നീ പുറത്ത് തന്നിടണേ നിന്റെ മഹള് ഫളിനാൽ. ശൈഖുനാ ശംസുൽ ഉലമ ആ മഹാനിൻ ഹഖ്നാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. മാരക രോഗങ്ങളും അതിനാൽ സഹിക്കും നേരമിൽ മാറിടാതെ നൊമ്പരങ്ങൾ ആഴ്ന്നിറങ്ങും ഞങ്ങളിൽ.
നേരമിൽ ശിഫാഅ നൽകി ഷാഫിയെ കനിയണേ ശൈഖുനാ ശംസുൽ ഉലമ ആ മഹാനിൻ ശറഫിനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. കുന്നുമലകൾ വന്നിടിഞ്ഞുരുൾ പൊട്ടലും അതിനാശവും കൂട്ടമായി ജീവറ്റതാകും മനുജർ ജീവകോശവും നേരമിൽ കാത്തിടണേ യാ ഹഫീള് യാ റഹീം ശൈഖുനാ ശംസുൽ ഉലമ തങ്ങളെ തിരുഹഖിനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് വആഖിറു ദുആഇന അൽഹംദുലില്ലാഹി അസ്സലാമു അലൈക്കും. മഗ്രിബ് നമസ്കാരം ഇവിടെ വെച്ച് നടക്കുകയാണ്. നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നു ഹാഫിൽ ഷരീഫ് ഉസ്താദ്.